കേന്ദ്ര സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായ വിമർശനങ്ങൾ പാലക്കാടും ആവർത്തിച്ച രാഹുൽ ഗാന്ധി. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുമെന്നും വിളകൾക്ക് അടിസ്ഥാന താങ്ങുവില ഉറപ്പുവരുത്തുമെന്നും രാഹുൽ പറഞ്ഞു. പാലക്കാട് UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിലായിരുന്നു രാഹുലിന്റെ പരാമർശം. കണ്ണൂരിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം പാലക്കാട് കോട്ടമൈതാനത്തെത്തിയ രാഹുൽ പാലക്കാടും ആവർത്തിച്ചത് കേന്ദ്ര സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായ വിമർശനങ്ങൾ. രാജ്യത്തെ ജനങ്ങളിൽ അസ്വാരസ്യമുണ്ടാക്കുക എന്നതാണ് BJPയുടെ ആശയം. രാജ്യത്തെ 70 കോടി ജനങ്ങൾക്കുള്ളതിനേക്കാൾ സ്വത്ത് 22 പേർക്കുണ്ടെന്നും ഏത് മേഖലയിൽ നോക്കിയാലും അദാനിയുടെ പേര് മാത്രമാണ് കാണാൻ കഴിയുകയെന്നും രാഹുൽ വിമർശിച്ചു. 2 മുഖ്യമന്ത്രിമാർ ജയിലിലായിട്ടും എന്തുകൊണ്ടാണ് പിണറായി വിജയനെതിരെ മാത്രം ആക്രമണമുണ്ടാവാത്തത്? കേരള മുഖ്യമന്ത്രി BJPക്കെതിരെയും ഒന്നും സംസാരിക്കുന്നില്ലെന്നും താൻ BJPക്കെതിരെ പോരാടുമ്പോൾ പിണറായി തനിക്കെതിരെ ആക്രമണം നടത്തുകയാണെന്നും രാഹുൽ വിമർശിച്ചു. Two chief ministers are sitting in jail, but your chief minister is free. Nobody has taken away his membership to the Vidhan Sabha. He has not been called for interrogation for even 1 minute. So it's a bit surprising that if he is fighting the BJP, why are they so pleased with him? Why are they not attacking him? 24 hours I spent attacking the BJP, and 24 hours your chief minister spends attacking me. He does not say one word against the BJP. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുമെന്നും വിളകൾക്ക് അടിസ്ഥാന താങ്ങുവില ഉറപ്പുവരുത്തുമെന്നും രാഹുൽ പറഞ്ഞു. The first, we are going to give them a legally guaranteed minimum support price, and second, we are going to forgive farmers bank loans across the country. So for our laborers, we are going to create a minimum wage of 400 rupees a day. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളും രാഹുൽ നടത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പാലക്കാട് സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ, ആലത്തൂർ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്, പൊന്നാനി സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. പാലക്കാട്ടെ UDF തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആവേശം പകരുന്നതായി രാഹുലിന്റെ സന്ദർശനം. അമൃത ന്യൂസ്, പാലക്കാട്.